ഇന്ന് ഞാൻ ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട അൻസലിനയുടെ മൈലാഞ്ചി കല്യാണത്തിന് വേണ്ടി പോവാണ്. പോകുന്ന വഴി കാണാൻ നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ എന്റെ ഫ്രണ്ടിന്റെ വീട് കൂടി ആയതുകൊണ്ട് അവിടെ കയറി അമ്മേനെ ചേട്ടനെയും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. എന്തായാലും അത്യാവശ്യം നല്ല യാത്ര ഉണ്ടായിരുന്നു. സാരി എടുത്ത് ജൂപ്പിറ്റർ എടുത്ത് നേരെ ഞാൻ ഇങ്ങനെ അവനങ്ങ് പുറത്തായത് കൊണ്ട് തന്നെ വീഡിയോ കോൾ വിളിച്ച് സംസാരിച്ചു. പിന്നെ അമ്മയോട് സംസാരിച്ച് ചേട്ടനോട് സംസാരിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കഴിഞ്ഞ നേരെ ഞാൻ അൻസലിനയുടെ വീട്ടിലോട്ട് വന്നു. അവിടെ അശ്വിനി സിജി രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നടക്കുന്നത് അരിക്കുത്ത് കല്യാണത്തിന് ചെറിയൊരു വീഡിയോ എടുക്കലാണ്. അൻസലിന് ഇതിനെപ്പറ്റി കുറെ ഐഡിയാസ് ഒക്കെ പറഞ്ഞു, എങ്ങനെയാണ് ഇത് എടുക്കേണ്ടതെന്ന്. അവിടെ അവർ ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ ഇതേ ഈ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു ചെറിയ കുളമുണ്ട്, അതും കണ്ടുകൊണ്ടിരിക്കുക പാത്തും കൂട്ടരും. ഇനി ഇതുപോലത്തെ ചെറിയ ഷോർട്സ് ഒക്കെ സിജിയാണ് എടുത്തു കൊടുത്തത്. സാരിയെ കുടിപ്പിച്ച് അൻസലിനെ ഒരുക്കിയത് എല്ലാം അശ്വിനിയായിരുന്നു. പിന്നെ കസിൻസ് അവളോട് എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു. ശരിക്കും ഒരു കാടിന് ഒത്ത നടുക്കൂടാണ് ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയത്. ഈ ഒരു ഏരിയയിൽ ആനയും പുലിയൊക്കെ ഇറങ്ങുന്നതാണ്. ഒന്നും നോക്കിയില്ല, വീഡിയോ ഷൂട്ട് ചെയ്ത ഉടനെ തന്നെ അവിടെ നിന്ന് പോയി. വീട്ടിലെത്തി നേരെ ഞാൻ എന്റെ ഡ്രസ്സൊക്കെ അങ്ങ് ചേഞ്ച് ചെയ്തു. കസിൻസൊക്കെ ഡാൻസ് പ്രാക്ടീസിന് അങ്ങ് പോയി. പിന്നെ ഞാനായിരുന്നു അൻസലിനോട് നിന്നത്. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് ഇവരൂടെ വരാനെ കൊണ്ടായിരുന്നു. പിൻസാറും പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിലെ ബാക്കിയുള്ളവരും കൂടി. അൻസലിനെ പിന്നെ കല്യാണ പെണ്ണാണെങ്കിലും എല്ലാരെയും വിളിച്ച് ക്ഷണിച്ചു കൊണ്ടിരുത്തുന്നത് അവള് തന്നെ ആയിരുന്നു. പിള്ളേർക്ക് പിന്നെ പണ്ടേ ക്യാമറ കൊണ്ട് വരുന്നത് ഇഷ്ടമേ അല്ല. അങ്ങനെ ചടങ്ങിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു. എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം. പിന്നെ ഞാൻ കാത്തിരുന്ന കസിൻസിന്റെ ഡാൻസ് കൂടി ഇങ്ങെത്തി. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. നേരത്തെ കാണിച്ചത് ഏക മുദ്ര, വേറെ കണ്ടോ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ കാണിച്ചത് മുദ്ര. പിന്നീട് ഞങ്ങളുടെ കുട്ടിക്കുറുമ്പത്തിമാരുടെ ഡാൻസ് ആയിരുന്നു. ഡാൻസ് കളിച്ചപ്പോ ഞാൻ പാത്തുനെ തന്നെ ആയിരുന്നു നോക്കിയിരുന്നത്. കാരണം പാത്തുന്റെ ഡാൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പൂവിന്റെ മാറിലെ മധുവാർന്നൊരു നറുതേൻ തുള്ളി പോൽ സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ആണെങ്കിൽ എന്നോടൊരു പാട്ട് പാടാൻ പറഞ്ഞ് എന്നെ കുറെ നിർബന്ധിച്ചു. ഞാൻ പിന്നെ നമുക്കൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തു. ഇടയ്ക്കാണെങ്കിൽ ജോബിനെ കാണാതെ പോയി. ഞങ്ങളാണെങ്കിൽ തപ്പി നടക്കുമായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ കണ്ടുപിടിച്ചു. അമ്മയുടെ കോള് വന്നപ്പോൾ കോൾ വിളിക്കാനെ കൊണ്ട് കാട്ടിലോട്ട് പോയതാണ്. ഇതാണ് എനിക്ക് ഒട്ടും അറിയാത്തൊരു കാര്യം. ആദ്യം തന്നെ എന്നെ എബിനെയാണ് വിളിച്ചത്. സംഭവം ഇത്ര ഉള്ളൂ, കയ്യിലിരിക്കുന്ന വെറ്റിയിൽ നമ്മൾ മൈലാഞ്ചി കൊണ്ട് എന്തെങ്കിലുമൊക്കെ. അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന കുറച്ച് മധുരം അവൾക്ക് കൊടുക്കുകയും വേണം. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എന്റെ കയ്യും കാലും ഒക്കെ വിറയ്ക്കുക. മൈലാഞ്ചി കയ്യിലെടുത്ത് കൈ കിടന്ന് മൈലാഞ്ചി വിറയ്ക്കുക. അത് മാത്രമല്ല, അപ്പുറത്തിരുന്ന് അവനും അതേ അവസ്ഥ തന്നെയായിരുന്നു. ഞാനൊന്നും നോക്കിയില്ല, വൃത്തിക്ക് അൻസലിനാന്ന് പേര് അതിൽ എഴുതി വെച്ചു. അത് കഴിഞ്ഞ് പിൻസാറും ജോബും കൂടെ ആണ് പോയത്. അവരത് നല്ല ഭംഗിയായിട്ട് പൂർത്തിയാക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നു. പിൻസാറ് ഞങ്ങളോട് ഭയങ്കര കമ്പനി ആയതുകൊണ്ട് തന്നെ അവളോട് അത്രയും കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ഇരുന്നത്. അടുത്തൂടെ നിമലിന്റെ അനന്തുവിന്റെ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിന് അവസാനമായിട്ട് ദേവനും സാജനും എഴുതി. പിന്നെ കസിൻസ് എല്ലാവരുടെയും കൂടി അടിപൊളി ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കല്യാണ പെണ്ണിനെ കൂടെ ഇറക്കി അവരങ്ങ് തകർക്കും. സാറും ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ കഴിക്കാനായിട്ട് പിന്നീട് എനിക്ക് സാറോട് വന്നപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. ഇത് മാത്രമല്ല, കോളേജിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം വന്നപ്പോൾ അൻസലിനെ ഭയങ്കര ഹാപ്പിയായി. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കണ്ടിട്ട് കൊതിയാവുന്നു എനിക്ക്. ഏത് അല്ല, നിങ്ങൾക്ക് ബോറടിക്കുമ്പോ തീറ്റില്ലാതെ വേറെ ഒന്നും അറിഞ്ഞൂടെ?
ഇങ്ങോട്ട് വന്ന സ്കൂട്ടറിനാണെങ്കിലും അങ്ങോട്ട് പോയത് കാറിനായിരുന്നു. വേറെ ഒന്നും കൊണ്ടും അല്ല, അറിയാത്ത റോഡിൽ കൂടെ നൈറ്റ് വണ്ടി ഓടിക്കണ്ടെന്ന് എന്നോട് പറഞ്ഞു. രാജനും ജോബും സ്കൂട്ടറിനും വന്നു, ബാക്കി ഞങ്ങൾ എല്ലാവരും കൂടി വിൻസാറിന്റെ കാറിനും ഇങ്ങി. പിന്നെ നിങ്ങളോട് എനിക്ക് പ്രത്യേക ഒരു കാര്യം പറയാം. നമ്മൾ എവിടെയെങ്കിലും പോവാണെങ്കിൽ ആദ്യം വീട്ടിൽ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിരിക്കും, അതുപോലെ തന്നെ വീട്ടുകാർക്കും സമാധാനമായിരിക്കും. അങ്ങനെ കുമ്പഴ ആയപ്പോഴത്തേന് സാർ ഇറക്കി ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോയി. ഇവിടെ ഇറങ്ങിയത് വേറെ ഒന്നും കൊണ്ടല്ല, ഇവരെല്ലാവരും കുമ്പഴ വരെ ബൈക്കിനാണ് വന്നത്. അങ്ങനെ സാറ് പോയി കഴിഞ്ഞ് നമ്മളും വണ്ടി എടുത്ത് വീട്ടിലോട്ട് ഇങ്ങി പോകും. കല്യാണ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.